നമസ്കാരം. സിദ്ധാർത്ഥ് പ്രഭു അറസ്റ്റിലാവും, അതിനകത്ത് ഒരു തർക്കവുമില്ല. ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരനെ മേലിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി ക്രിസ്മസിൻ്റെ അന്ന് തലേ ദിവസം രാത്രി വെള്ളമടിച്ച് ലെക്ക് കെട്ട് മദ്യപിച്ച് ബോധമില്ലാതെ റോഡിൽ കിടന്ന് ഉരുളുകയും നാട്ടുകാരുടെ ഇരുന്ന് അടിവാങ്ങുകയും നാട്ടുകാരെ തിരിച്ചടിക്കുകയും ചെയ്ത സിദ്ധാർത്ഥ് പ്രഭു അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള തെറ്റില്ല. നരഹത്യ കേസിൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചാർജുകൾ, കൂടുതൽ വകുപ്പുകൾ ചുമത്തി സിദ്ധാർത്ഥിനെ അകത്തിടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് സിദ്ധാർത്ഥിനൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ ന്യായീകരിക്കാൻ വന്ന ടെലിവിഷൻ താരമായ ജിഷൻ മോഹനെ കുറിച്ചാണ്. ജിഷൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, ഇതാണോ പ്രബുദ്ധ കേരളം? സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ മാത്രമല്ല, നിങ്ങൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആരാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക. അങ്ങനെ ന്യായീകരിച്ച് അങ്ങ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി. ജിഷിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പൊങ്കാലയൊക്കെ കിട്ടി. കഴിഞ്ഞ ദിവസം തങ്കരാജ് മരണപ്പെട്ടു എന്ന് വാർത്ത അറിഞ്ഞതിന് പിന്നാലെ നേരെ സോഷ്യൽ മീഡിയയിലെ പലരും പോയി ജിഷൻ മോഹൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും പേജിന് പോയതിന് പിന്നാലെ ജിഷിൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റിന് താഴെ വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നു. പലരും കമൻറ്റ് ഇട്ടത് ഇങ്ങനെ തന്നെയാണ്: അയാൾ മരണപ്പെട്ടു, ഒന്ന് വെളുപ്പിച്ചാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്. ഉളുപ്പുണ്ടോ എന്ന ചോദ്യങ്ങൾ ജിഷിൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിരുന്നു. നാട്ടുകാരായിരുന്നു ശരി എന്നുള്ളതൊക്കെ ചോദിച്ചു. പല തെറികൾ ഉൾപ്പെടെ ഈ പോസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ ജിഷിൻ്റെ ഭാര്യ അമയ ഒരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഈ പോസ്റ്റിന് താഴെ പിൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് പിൻ ചെയ്തിട്ട് പോലും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് താഴെയും ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടു. അതായത് ഈ കമൻറ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ പല നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടു. അതായത് ജിഷിൻ്റെ ഭാര്യയുടെ കമൻറ്റ് ഇങ്ങനെയാണ്. നമുക്ക് നേരെ കമൻറ്റിലേക്ക് പോകാം. പൊങ്കാല സമർപ്പിക്കാൻ വന്നവർ വരിക, ഇടുക, പോവുക. ആരും ആരെയും തല്ലാനും കൊല്ലാനും ഇടിക്കാനും ഇടിപ്പിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആൾക്കൂട്ട ആക്രമണത്തിനെതിരെയാണ് പ്രതികരിച്ചത്. തെറ്റ് ചെയ്തവനെ ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം മാറി കേട്ടോ. ഇപ്പം തെറ്റ് ചെയ്തവനെ ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതായി. അമ്മ അങ്ങനെയല്ല ജിഷൻ പറഞ്ഞത്. ജിഷൻ പറഞ്ഞ വീഡിയോയിൽ കൃത്യമാണ് സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുകയും വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതായത് ജിഷൻ പറയുന്ന ടോണോ അല്ലെങ്കിൽ പറയുന്ന രീതിയോ പറയുന്ന വാക്കുകൾ പോലും, വാക്കുകൾ പോലും സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് മാറിയത് എന്ന കാര്യത്തിൽ ഇവിടെ ഒരു തർക്കവും ഇവിടെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കണ്ട നാട്ടുകാർക്ക് മുഴുവൻ, ആളുകൾക്ക് മുഴുവൻ, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ജിഷൻ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട് വാദിക്കാൻ എത്തി എന്ന് പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ ചെയ്തു. അത് കൃത്യമായി ജിഷൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടതിന് ശേഷം തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. പിന്നീടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇപ്പോൾ വീണ്ടും അമ്മയുടെ ഈ പ്രതികരണം എടുക്കാനുള്ളൊരു കാരണവുമെന്ന് പറയുന്നത്. അമ്മയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ ഈ പൊങ്കാലയിടൽ പരിപാടി നിർത്തുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അതും സംഭവിച്ചില്ല. ഈ കമൻറ്റിന് പിന്നാലെ തന്നെ പലരും അമ്മയെയും തെറി വിളിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും രംഗത്തെത്തി. തെറിവിളിയും അധിക്ഷേപവും ഒന്നും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും ചെയ്യാനും പാടില്ല. അത് ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ വാദം. പക്ഷേ ആ ആശയത്തോട്, അല്ലെങ്കിൽ അമ്മയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അമ്മയെ പറഞ്ഞതുപോലെ തന്നെ ആരെയും ന്യായീകരിച്ചിട്ട്, തെറ്റ് ചെയ്തവൻ ന്യായീകരിച്ചിട്ടുള്ള എന്നുള്ള അമ്മയുടെ കമൻറ്റ് അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ന്യായീകരിക്കുക തന്നെയാണ് ജിഷിൻ ചെയ്തത് എന്നുള്ളത് തർക്കമില്ല. കാരണം തലേ ദിവസം ആകുമ്പോൾ മദ്യപിക്കും, ക്രിസ്മസ് ആകുമ്പോൾ മദ്യപിക്കും. അങ്ങനെയാണെങ്കിൽ വാഹനം ഇടിച്ചുകൊണ്ട് ആളുകൾ ഇടിക്കുമോ? ഇതാണ് ചോദ്യം. അപ്പം മദ്യപിക്കുക എന്ന് പറയുന്നതിനെ പറ്റിയല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, അതിനെ ന്യായീകരിക്കാനും പാടില്ല. അതിന് മേൽ ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരനെ പോയി ഇടിച്ചു, അയാളെ കൊന്നു. ഒരു വഴിയോര കച്ചവടക്കാരാണ്, അയാളെ കൊന്നു. അതിനുശേഷം നാട്ടുകാരുടെ മെക്കെട്ട് കയറി. ഇത് ഇത്രയും അധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ന്യായീകരിക്കാൻ വരുന്നത്. അതാണ് നാട്ടുകാർക്ക് മറ്റും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെയും പോയത്. എന്തായാലും അമ്മയ്ക്ക് ഈ ജിഷിനെ ഈ പൊങ്കാല തടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ഇട്ടത്. ഈ കമൻറ്റ് ഇട്ടതിന് പിന്നാലെ അമ്മയ്ക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം.